നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ചുറ്റുപാടുകളിലൊക്കെ നാം ആയിരുന്നു കൊണ്ട് ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെയൊക്കെ നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. നമുക്ക് നേരിടാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങളിൽ, ഓരോരോ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായി നമുക്ക് ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയുടെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി, അത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും ആത്മീയമായ സന്തോഷത്തിനും ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനും സമാധാനത്തിനും ഒക്കെ മുഖാന്തരമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം അടുത്തിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വാസത്തിൽ നമുക്ക് ഒരു മനസ്സോടുകൂടെ ആയിരിക്കാം, ഏക മനസ്സോടുകൂടെ നമുക്കായിരിക്കാം. നമുക്ക് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. സമയം ദൈവത്തിനു വേണ്ടി വേർതിരിക്കുമ്പോഴാണ് ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ സമയങ്ങൾ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കാലം നീ ഞങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവെ, ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചു. ആരോഗ്യത്തോടെ, ബലത്തോടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് പ്രവേശിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ നാളുകളിലൊക്കെ നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിത യാത്രയിൽ മാറാത്ത നല്ല സഖിയായി, താങ്ങായി, തണലായി അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആ വലിയ നന്മയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുവാൻ ഈ സമയം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപകളെയൊക്കെ നന്ദിയോടുകൂടെ സ്മരിക്കുവാൻ, പൗലോസ് പറയുന്നത് പോലെ, ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ഞങ്ങളൊക്കെ ഓരോരുത്തരും ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്, അങ്ങയുടെ കരുണയാലാണ്, അങ്ങയുടെ നടത്തിപ്പിനാലാണ് എന്ന് വിശ്വസിപ്പാൻ പിതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സവിശേഷമായ സാഹചര്യങ്ങൾ, അവരുടെ ജീവിത ചുറ്റുപാടുകൾ, ഒരുപക്ഷെ അവരെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്നതായ പ്രതികൂലങ്ങളൊക്കെ അവിടുന്ന് അറിയുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. ഞങ്ങളുടെ പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ആയിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെ, വേദപുസ്തകം വായിക്കുന്നവരെ, പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നവരെ, വചനം സംസാരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തിരുനാമ മഹത്വത്തിനായി തീരുവാൻ, ആത്മാവിൻ്റെ വെളിച്ചത്തിലാകുവാൻ, ആത്മാവിൽ നിറഞ്ഞു ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണം. അതുവഴി കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പ്രത്യേകിച്ച് തങ്ങളുടെ ഡിവൈസസ് മ്യൂട്ടിൽ
ആണോ എന്ന് ഒന്ന് പരിശോധിക്കണം. എല്ലാവരും മ്യൂട്ടിലല്ലാത്തവർ അത് മ്യൂട്ടിലാക്കണം. പാട്ടുകൾ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഓരോരോ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും മാത്രം ആ സമയത്ത് അൺമ്യൂട്ട് ചെയ്ത് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കണം. അതുകൊണ്ട് അത് ഈ കൂട്ടായ്മ, ഈ പ്രാർത്ഥന ഭംഗിയായി നടക്കുന്നതിന് സഹായകമാണല്ലോ. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് രശ്മി ആഷ്ലിയാണ്. രശ്മിയെ അതിനു വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം 27ാമത്തെ സങ്കീർത്തനം വേണ്ടി വായിക്കുന്നു. അത് അന്നമ്മ ആൻറ്റി നമുക്ക് വേണ്ടി, അന്നമ്മ കോശി ആൻറ്റി നമുക്ക് വേണ്ടി വായിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യത്തെ പാട്ട് കൃപയേറും കർത്താവിലൻ വിശ്വാസം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയേന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലെതിരുന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദ തണലേകും. ഇരുൾ പാതയിൽ അനുദിനം മൊഴി നൽകും, കൃപയോ നിന്നാശ്രയമായി. കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലെതിരുന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലെതിരുന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലെതിരുന്നാലും കൃപ മതിയെന്നാളും. അടുത്ത പാട്ട് ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത, അത്ഭുതമാം നിൻ
ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്. അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. അടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനായി. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനായി. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ. വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ. വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി. ശുദ്ധരക്തം ചീന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി. ശുദ്ധരക്തം ചീന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർക്കുന്നു യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർക്കും യാഗത്തെ. താങ്ക് യു രശ്മി. ഇപ്പോൾ അന്നമ്മ കോശി ആൻറ്റി സങ്കീർത്തനം വായിക്കും. 27-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 27, Psalms 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയ്ക്ക് ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പാൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുത്. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയും അരുത്. എന്റെ
അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുത്. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോൾ പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇപ്രകാരം ഈ നമ്മുടെ ഇമ്മാനുവൽ CSA മലയാളം സഭയുടെ ഭാഗമായി, വിശ്വാസ സമൂഹമായി പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ പുലർത്തി, ദൈവം നമ്മെ നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരുന്നു, ഇപ്പോഴും ദൈവം കൂടെ ഇരിക്കുന്നു. ആ വലിയ ദൈവസ്നേഹത്തിനായി, ദൈവത്തിന് നമ്മോടൊക്കെ ഉള്ള വലിയ കരുണയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ സങ്കീർത്തനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. 27-ാം സങ്കീർത്തനം ദൈവത്തിലുള്ള പ്രത്യാശയെ ഉറപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൊക്കെ നമ്മൾ വല്ലാതെ പതറിപ്പോകുമ്പോൾ, നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശിക്കുന്നവർക്കാണ് മനസ്സിന് ഉറപ്പുണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സ് വളരെ ദുർബലമാണ്. പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ ബലഹീനരായി പോകും, ദുർബലപ്പെട്ടു പോകും. നമ്മുടെ മനസ്സ് ദുർബലപ്പെടും, വല്ലാത്ത പേടി നമ്മളെ ബാധിക്കും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ, നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന ഭയത്തെയൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിലുള്ള പ്രത്യാശയാണ് ലോകപ്രകാരമുള്ള ഭയങ്ങളെയും ലോകപ്രകാരമുള്ള ബലഹീനതകളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ സഭയായിട്ട് നമുക്ക് ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. അവൻ നമ്മെ പുലർത്തും, അവൻ നമ്മെ പരിപാലിക്കും, അവൻ നമ്മെ നടത്തും. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മെ സഭയെ നടത്തി, ഇപ്പോഴും ദൈവം നടത്തുന്നു. സഭ ദൈവത്തിൻ്റെതാണ്. സഭയിലൂടെ ഉള്ള ഭാഗമായുള്ള ജനങ്ങളും ദൈവത്തിൻ്റെ ജനങ്ങളാണ്. അതുകൊണ്ട് സഭയും ജനങ്ങളും ഒരുപോലെ ദൈവത്തിനുള്ളവരായി എല്ലായ്പ്പോഴും നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വകയായി, ഇടവക, ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ വകകളായി തീരുവാൻ, ദൈവത്തിനുള്ളവരായിരിക്കാൻ, ദൈവത്തിന് വേണ്ടപ്പെട്ടവരായിരിക്കാൻ, ദൈവമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
നമ്മുടെ സഭയുടെ ആത്മീയമായ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമനപ്പെട്ട് നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ ശ്രേഷ്ഠ മനോഭാവങ്ങളും ഉന്നത ഭാവങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിലെല്ലാം നമ്മളെല്ലാവരും ഒന്നാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ദൃഷ്ടിയിൽ നമ്മളെല്ലാം സമരാണ്. അവിടെ നമ്മുടെ പണമോ നമ്മുടെ പദവിയോ നമ്മുടെ പ്രശസ്തിയോ നമ്മുടെ സ്വാധീനമോ നമ്മുടെ സമ്പത്തോ ഒന്നും പ്രത്യേക പരിഗണനയൊന്നും നമുക്ക് ദൈവസന്നിധിയിൽ നൽകുന്നില്ല. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ ഐക്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. തുടർന്നും കൂടുതൽ ഐക്യതയോടുകൂടെ, ഏക മനസ്സോടുകൂടെ, ഏക ഭാവത്തോടുകൂടെ, ക്രിസ്തുവിലുള്ള ഭാവത്തോടുകൂടെ സഭയായിട്ട് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാലൊക്കെ ഭിന്നിച്ചു നിൽക്കുന്നവർ, പിന്മാറി നിൽക്കുന്നവർ, അവരുടെയൊക്കെ മടങ്ങി വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മൾ വേദപുസ്തകത്തെ ആസ്പദമാക്കി ചിന്തിക്കുന്നതും മടങ്ങി വരവുകളിൽ സന്തോഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ, ഐക്യതയോടുകൂടെ മുന്നേറുവാൻ സഭയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വലുതും ചെറുതുമായ ശുശ്രൂഷകളെയും സേവനങ്ങളെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മൾ ചെയ്യുന്നതെല്ലാം തിരുവചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി നിർവഹിപ്പാൻ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിലെ ശുശ്രൂഷകളെ, കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും ഒക്കെ ദൈവം വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ കൂട്ടുവിശ്വാസികളാണ്, കൂട്ടുകുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളൊന്നും നഷ്ടമായി പോകാതെ, അന്യമായി പോകാതെ എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് ദൈവികമായ രക്ഷ അനുഭവിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന കുടുംബങ്ങൾ, സഭകൾ, സമൂഹങ്ങൾ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കാലഘട്ടം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ വാർത്തകൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, സാംസ്കാരിക ബോധം, മൂല്യബോധം, ബന്ധത്തിന്റെ വില നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ദൈവം നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമുള്ള കുടുംബങ്ങളായി തീരുക. പണത്തിന് പുറകെ പോകുന്നവർ, ജോലിക്ക് പുറകെ പോകുന്നവർ, സ്ഥാനമാനങ്ങൾക്ക് പുറകെ പോകുന്നവർ, ഇതൊക്കെ നമുക്ക് ആവശ്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും ദൈവത്തിന് പകരമല്ല എന്ന് മനസ്സിലാക്കി ചിന്തിക്കുവാൻ, പ്രവർത്തിപ്പാൻ നമ്മുടെ കുടുംബങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ, വചനം പഠിക്കുന്ന കുടുംബങ്ങൾ, പരസ്പരം വചനം സംസാരിക്കുന്ന കുടുംബങ്ങളൊക്കെ ആയി തീരുവാൻ കർത്താവ് ഇടയാകണമേ എന്ന് ആരാധിക്കുന്ന സമൂഹങ്ങൾ, കുടുംബങ്ങൾ, കർത്താവിനെ സാക്ഷിക്കുന്ന സമൂഹങ്ങൾ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന കുടുംബങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലുള്ള എല്ലാ മാതാപിതാക്കളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. 2 ആഴ്ചയോളമായി ആശുപത്രിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഡിസ്ചാർജായി.
ഭവനത്തിലെത്തി ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട്, ആശ്വാസത്തിനായിട്ട് സ്തോത്രം ചെയ്യാൻ. പൂർണ്ണമായ വിടുതൽ പ്രിയപ്പെട്ട ദാസന് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ കാഠിന്യമൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണ്. അതിൻ്റെതായിട്ടുള്ള പെയിനും ഡിസ്കംഫർട്ടും ഒക്കെ ഉണ്ട് അങ്കിളിന്. പ്രത്യേകമായിട്ട് അങ്കിളിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അങ്കിളിനെ ശുശ്രൂഷിക്കുന്ന അമ്മണി ആൻറ്റിക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരായിരിക്കുന്ന ലിസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനത്തിൻ്റെ ഉള്ളിൽ അല്പമായിട്ടൊക്കെ നടക്കാനൊക്കെ ശ്രമിക്കുന്നു, ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടരുന്നു. പ്രിയപ്പെട്ട ആൻറ്റിയുടെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷമേലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുശീൽ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറിയാമ്മ എബ്രഹാം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലത് കണ്ണിൻ്റെ കാഴ്ച ദൈവം അത്ഭുതകരമായി തിരികെ നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തങ്കമ്മ ആൻറ്റിക്ക് വേണ്ടി, തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിളിന് വേണ്ടി, ചാച്ചമ്മ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലില്ലി ആൻറ്റിക്ക് വേണ്ടിയിട്ടും കുരുവള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിഭ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രിയപ്പെട്ട ആൻറ്റിയെ വിടുവിക്കണമേ, സൗഖ്യം പൂർണ്ണമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഷീജയുടെ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട പിതാവിനും വേണ്ട സൗഖ്യവും ആശ്വാസവും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആലീസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കണ്ണിൻ്റെ കാഴ്ച തീരെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ആൻറ്റി ജീവിക്കുന്നത്. ആൻറ്റിക്കും ദൈവം പൂർണ്ണമായ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലസിതയുടെ പിതാവ് പൗലോസ് അങ്കിളും നമ്മോടൊപ്പം ഉണ്ടല്ലോ. പ്രിയപ്പെട്ട അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ടുള്ള ബലവും ശക്തിയും ഒക്കെ പ്രിയപ്പെട്ട മകനും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണല്ലോ. കുഞ്ഞുങ്ങൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിക്കാനുള്ള ശ്രദ്ധയെയും താല്പര്യത്തെയും ഒക്കെ ഗ്രാജുവലി ഇല്ലാതാക്കി കളയുന്ന, അവരുടെ ശ്രദ്ധയെ മറ്റു പലതിലേക്കുമൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ഡിസ്ട്രാക്റ്റിംഗ് എലമെന്റ്സ് ഉള്ള ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. പലപ്പോഴും അതിൻ്റെയൊക്കെ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ മടങ്ങി വരാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള സമയത്ത് നന്നായിട്ട് പഠിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വാർഷിക പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. സിൽവിയ, ഗ്രേസ്, ജോനാഥാൻ, അമിത് കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ദൈവം അവർക്കൊക്കെ ബുദ്ധിയും വിവേകവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓസ്റ്റിന് വേണ്ടി, നെയ്ത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നന്നായി പരീക്ഷ എഴുതുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അവരുടെ തുടർ വിദ്യാഭ്യാസമൊക്കെ അവരൊക്കെ ചിന്തിക്കുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ നല്ല കോളേജുകളിൽ നല്ല സ്ട്രീമിൽ ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾ, എൻട്രൻസ് എഴുതുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ ഡിഗ്രി പഠനത്തിലായിരിക്കുന്നവർ, PG പഠനം, റിസർച്ച്, അങ്ങനെ
പല നഗരങ്ങളിൽ വിദേശത്തുമൊക്കെയായി പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും വിവേകവും ജ്ഞാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ ക്യാൻസർ സർവൈവേഴ്സിനെയും നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ചികിത്സകൾ, തുടർ ജീവിതങ്ങളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി നൽകണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഒരുക്കത്തോടുകൂടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിലാഷ് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നു. പ്രത്യേകിച്ച് അഭിലാഷിന്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ. ഭവനത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ. അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരോടൊക്കെ കൃപ തോന്നണമേ. അവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികൂല സമയങ്ങളിൽ, അവരുടെ വേദനകളിൽ, ദുഃഖങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരുന്ന് ജീവിതത്തെ സന്തോഷത്തോടുകൂടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ നല്ല ഭാവി ജീവിതങ്ങൾ, കുടുംബ ജീവിതങ്ങളൊക്കെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിനെയും നമുക്ക് ഓർക്കാം. എല്ലാ യങ് കപ്പിൾസിനെയും ഓർക്കാം. അവരുടെ ജോലി, അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങളുടെ പരിപാലനം, സഭയിലും സമൂഹത്തിലുമുള്ള അവരുടെ ഉത്തരവാദിത്വങ്ങൾ, കുടുംബത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ എല്ലാം നന്നായി ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ഒരു വലിയ ശക്തി അവരാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കുടുംബങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിക്കാം. അവരുടെ ജോലി മേഖലകളെ ഏൽപ്പിക്കാം. IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, അതുപോലെ തന്നെ മറ്റ് സർവീസ് മേഖലകളിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, മറ്റ് ഉപജീവന മാർഗത്തിലൊക്കെ ആയിരിക്കുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ഉപജീവന മേഖലകളെയും അവർ വർക്ക് ചെയ്യുന്ന മേഖലകളെയും ഒക്കെ അനുഗ്രഹിക്കണമേ. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വളരെ റിസഷന്റെ ഒരു സമയങ്ങളൊക്കെ ആണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ അപകടകരമായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുമുണ്ട് നമ്മുടെ മധ്യത്തിൽ. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടവർ, ഒരുപക്ഷെ രാത്രി വൈകുവോളം വ്യത്യസ്തമായ ടൈം ഷെഡ്യൂളുകളിലൊക്കെ വർക്ക് ചെയ്യേണ്ടവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഇതൊക്കെ ജീവിക്കാനാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഇടയിൽ അവർ ജീവിക്കാൻ മറന്നു പോകാതിരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ പിഞ്ചു പൈതങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. വിശേഷിച്ച് ജീവയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. റിൻസി റോണി ദമ്പതികളുടെ 2 ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആശിഷിനും മേരിക്കും ഒരു പെൺകുഞ്ഞിനെ കൂടെ നൽകി. കുഞ്ഞുങ്ങളുടെ എല്ലാം വളർച്ചയിൽ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യത്തോടെ, നല്ല ബലത്തോടെ വളരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്യാരിയിങ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആശിഷ് പോളിന്റെ വൈഫ് നിവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആത്മാവിന്റെ ഇരട്ടി പങ്ക് നൽകി ആരോഗ്യത്തോടെ, ബലത്തോടെ പ്രിയപ്പെട്ട മകളെ പരിപാലിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്കൊരു നിമിഷം ഓർക്കാം. പ്രത്യേകിച്ച് CSA മതിയല്ല മഹായിടവകയിലെ വളരെ യങ്ങായിരിക്കുന്ന ഒരു അച്ഛൻ്റെ കൊച്ചമ്മ ആസ്റ്റർ മെഡിസിറ്റിയിൽ മഞ്ഞപ്പിത്തം കൂടിയിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. 2-3 ദിവസമായിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ആയിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ കൊച്ചമ്മ മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി. ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയിട്ടും
വിടുതലിന് വേണ്ടിയിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധമായ നമ്മുടെ പരിചയത്തിലുള്ളവർ, നമ്മൾ അറിയുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കളൊക്കെ കേരളത്തിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. പലരും രോഗത്തിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അവരെല്ലാം നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കാം. പിഞ്ചു പൈതങ്ങളൊക്കെ ക്യാൻസർ ബാധയിലൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. പലവിധമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുണ്ട്, സ്വന്തമായി വാഹനമില്ലാത്തവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭ വളരെ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോവുകയാണ്. നമ്മളൊക്കെ മേനി പറഞ്ഞിരുന്ന നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പണവും പദവിയും അധികാരവും ഒക്കെ അതിൻ്റെ പിറകെ മനുഷ്യരൊക്കെ പോകുമ്പോൾ വന്നു ഭവിക്കുന്ന അപകടങ്ങളൊക്കെ നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. സഭയുടെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്കുണ്ട്. സാധാരണക്കാർ നമുക്ക് പ്രത്യേകമായിട്ട് സഭയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ ആത്മീയ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നീക്കുപോക്കുകൾ ഉണ്ടാക്കി കോംപ്രമൈസ് ചെയ്ത് സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകാതെ ജനങ്ങളെയൊക്കെ സ്നേഹിച്ചും അവരെയൊക്കെ ഒരുമിപ്പിച്ചും വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയും ഒക്കെ സഭയെ മുൻപോട്ട് നയിക്കുവാൻ ചുമതലപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ഒരു മിഷണറി സഭയാണ്. മിഷണറിമാരുടെ പ്രവർത്തനം മൂലം രൂപപ്പെട്ട സഭ, ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സഭ. എല്ലാ മിഷണറിമാരെയും മിഷൻ വയൽ പ്രദേശങ്ങളെയും നമുക്ക് ഓർക്കാം. അവിടെയുള്ള വിവിധങ്ങളായ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. വിശ്വാസത്തിന്റെ പേരിൽ ഒക്കെ പീഡിപ്പിക്കപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇടത്താണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. ഭയപ്പെടാതെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സാക്ഷിക്കുന്ന ഒരു സമൂഹമായി തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കണമേ. പ്രത്യേകിച്ച് പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവമുള്ള ശുശ്രൂഷകളെ വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പട്ടക്കാരെ എല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിയ പട്ടക്കാരെ കുടുംബങ്ങളായിട്ടൊക്കെ ഓർക്കാം. ശുശ്രൂഷകരെ നമുക്ക് ഓർക്കാം. സിസ്റ്റേഴ്സിനെ ഓർക്കാം. സ്വമേധാ പ്രവർത്തകരെ ഓർക്കാം. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ സഭയിലെ ശുശ്രൂഷകരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ നേരോടെ നയിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലുള്ള ജനങ്ങളെയും ഒരേപോലെ കണ്ട് രാജ്യത്തിന്റെ വിഭവങ്ങളൊക്കെ എല്ലാവർക്കും നീതിയോടുകൂടെ പങ്കുവയ്ക്കുവാൻ, കുറച്ചുപേരുടെ മാത്രം ഭരണാധികാരികളാകുക അല്ല, എല്ലാ ജനങ്ങളുടെയും ഭരണാധികാരികളായിട്ട് തീരുവാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം, റഷ്യ ഉക്രൈൻ സംഘർഷം, അമേരിക്കയിലെ സവിശേഷമായ സാഹചര്യങ്ങൾ, UK-യിലുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഇമിഗ്രൻസ് ഉള്ള രാജ്യങ്ങളിൽ അവിടുത്തെ നിയമങ്ങളൊക്കെ, ഭരണാധികാരികളൊക്കെ, ഭരണകൂടങ്ങളൊക്കെ ഇമിഗ്രൻസിന് എതിരാകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ദൈവം അവരോടൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, ദൈവം അതിൽ നിന്നൊക്കെ പരിപൂർണമായ വിടുതലും ആശ്വാസവും നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും
നമുക്ക് ഓർക്കാം, നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് മോളി ആൻറ്റി ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തപ്പെട്ടവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ, ഈ മനോഹരമായ പ്രഭാതത്തിൽ അവിടുത്തെ തിരുസന്നിധിയിൽ അടിയങ്ങൾ വരുന്നു കർത്താവേ. കഴിഞ്ഞ ഒരു രാത്രികാലം സുഖമായ നിദ്രയെ നൽകി കർത്താവേ, ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവേ, നീ ഒരവസരം കൂടി നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് തരുന്ന ഓരോ നിമിഷങ്ങളും കർത്താവെ അങ്ങയുടെ വിലയേറിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അടിയങ്ങൾ അറിഞ്ഞുകൊണ്ട് അടിയങ്ങളെ തന്നെ അവിടുത്തെ തിരുസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ച കാലം വിവിധ സ്ഥലങ്ങളിലായിരുന്ന അടിയങ്ങളെയൊക്കെ നീ കാത്തു സൂക്ഷിച്ചുവല്ലോ കർത്താവെ. യാത്ര ചെയ്തവര്, കർത്താവെ ജോലികളിലായിരുന്നവര്, അങ്ങനെ എല്ലാവരെയും കർത്താവെ കാത്തുസൂക്ഷിച്ച കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. തിരുസന്നിധിയിൽ വരുവാൻ തക്കണം കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ജീവനും വെളിച്ചവും ബലവുമായ സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങളെ തന്നെ അവിടുത്തെ തിരുസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന കർത്താവേ. ദൈവമേ, നീ നടത്തുന്ന വഴികളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവേ. അടിയങ്ങളെല്ലാം അറിയുന്നില്ല എങ്കിലും എല്ലാം അറിയുന്നവനും കർത്താവെ നൽകുന്നവനുമായിട്ട്, ദാനമായി നൽകുന്നവനുമായ ഒരു കർത്താവ്, ജീവനുള്ള ദൈവം അടിയങ്ങൾക്കുണ്ട് എന്ന് അടിയങ്ങൾ പൂർണ്ണമായി ആശ വെച്ച് ധൈര്യപ്പെട്ടിരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇന്നത്തെ രാവിലെ കർത്താവെ അടിയങ്ങൾ വായിച്ച സങ്കീർത്തനങ്ങൾ അടിയങ്ങൾ അറിഞ്ഞല്ലോ കർത്താവെ. അങ്ങനെ പ്രത്യാശയോടുകൂടെ തിരുസന്നിധിയിലായിരിക്കാൻ തക്കണം അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ. അവിടുന്ന് അടിയങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, അടിയങ്ങളുടെ ജീവിതം ഓർത്താൽ കർത്താവെ ഒരു ദിവസം പോലും നിലനിൽക്കുവാൻ യോഗ്യതയുള്ളവരല്ലോ കർത്താവെ. എങ്കിലും അങ്ങയുടെ ദയയും കൃപയും കരുണയും ഒന്നുകൊണ്ട് മാത്രം ഇന്നും അടിയങ്ങൾ നിലനിൽക്കുന്നു എന്നടിയങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ദൈവമേ, സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് കൂടുവാൻ തക്കവണ്ണം കർത്താവെ ഇതിന് നേതൃത്വം നൽകുന്ന അച്ഛനെ പ്രത്യേകാലം അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കണമേ. കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അടിയങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ സേവനം കർത്താവെ ഈ സഭയ്ക്ക് ദൈവമേ പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം, ആത്മീയമായും ഭൗതികമായ നേട്ടങ്ങൾ നേടുവാൻ തക്കവണ്ണം കർത്താവെ ഓരോ കുടുംബത്തെയും നിന്റെ സന്നിധിയിലേക്ക് കൂടുതൽ ആനയിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ എടുത്ത് നീ ഉപയോഗിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവസന്നിധിയിൽ എപ്പോഴും നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ ഈ സഭയെ പ്രത്യേകാലം അവിടുത്തെ തിരുസന്നിധികൾ സമർപ്പിക്കുന്ന കർത്താവെ. സഭ ദൈവത്തിൻ്റെതാണ് കർത്താവെ. ഇതെപ്പോഴും അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവോട് ഇടയാക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, സ്തോത്രം കർത്താവെ. ദൈവമേ, ഹൈദരാബാദ് സഭയ്ക്ക് ഇവിടെ പുതിയൊരു നല്ലൊരു പള്ളിയൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിച്ചല്ലോ. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും കർത്താവിന്റെ തിരുക്കരങ്ങളുടെയും സമർപ്പിക്കുന്ന കർത്താവെ. ഈ സഭയുടെ ആത്മീയമായ ഐക്യത്തിന് വേണ്ടി കർത്താവെ ദൈവദൃഷ്ടിയില് സാമ്പത്തികമായോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിലോ ആരും കർത്താവെ വിഭിന്നരല്ല, എല്ലാവരും ദൈവ സൃഷ്ടിയിൽ ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കണം ഇടയാക്കുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഐക്യമത്യത്തോടുകൂടി കർത്താവെ എല്ലാവരും ദൈവമേ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം. സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, അതൊരു കുടുംബത്തിനും ഓരോ വ്യക്തിക്കും പ്രയോജനം ആയി തീരുവാൻ തക്കണം അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവമേ, സ്തോത്രം കർത്താവെ. ഈ പള്ളിയിലെ സഭയിലെ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആത്മാർത്ഥതയോടുകൂടി സഭയ്ക്ക് വേണ്ടി, സഭയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം അവരെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സജീവമായ എല്ലാ സംഘടനകളും നിന്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അക്രമങ്ങൾ, അനീതികൾ എല്ലാം നടമാടുന്ന ഒരു കാലം, അപകടങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം കർത്താവെ. ഇതിലൊന്നും വീഴാതെ
കർത്താവെ നീ അടിയങ്ങളെ താങ്ങി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട്, ദൈവത്തെ അറിയുന്നവരായിട്ട്, കർത്താവെ അവരുടെ ജീവിതത്തിൽ അത് കാണിപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവരത് കണ്ട് മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം, കർത്താവെ അങ്ങനെ മാതൃകാപരമായി ജീവിതം നയിപ്പാൻ ഓരോ വ്യക്തിയെയും നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് കർത്താവെ മാതാപിതാക്കന്മാരെ എല്ലാം കർത്താവ് പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്നവരൊക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഏകാന്തമായിട്ട് താമസിക്കുന്ന അനേകരുണ്ടെന്ന് നിങ്ങൾ അറിയുന്ന കർത്താവെ. ദൈവമേ നിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള അനേകരുണ്ടല്ലോ കർത്താവെ. ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ CI ജേക്കബ് അങ്കിളിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരുന്നു എങ്കിലും കർത്താവെ ഡിസ്ചാർജ് ആയിട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു എന്നറിയുന്നു കർത്താവെ. ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അവിടുന്ന് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൃഷ്ടിക്കുന്ന മക്കൾക്ക് വേണ്ടി ആന്റിക്ക് വേണ്ടിയും പ്രത്യേക ഇടങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ പേര് പറഞ്ഞ അനേകരുണ്ട്. ചാക്കോ ജോർജ് അങ്കിള്, ലിസ്യാൻറ്റി, സാമരൂട്ടി അങ്കിള്, അങ്ങനെ എല്ലാവരെയും കർത്താവെ പേരായിട്ട് വ്യക്തികളായിട്ട് കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ അവിടുന്ന് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ. സൗഖ്യവും ബലവും നീ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും നൽകണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഓരോരുത്തരെയും പേരായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബങ്ങളായിട്ടും ആദ്യങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ ഈ സമയത്ത് വാർഷിക പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. പ്രത്യേകാൽ നാളെ 10th CBSE 10th എക്സാം തുടങ്ങുകയാണ് കർത്താവെ. അടിയങ്ങളുടെ 4 കുഞ്ഞുങ്ങൾ സിൽവ, ഗ്രേസ്, ജോനാഥൻ, അമിത്, ഈ 4 പേരെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. നാളെ പരീക്ഷ തുടങ്ങുന്നു. ദൈവമേ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ, മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കർത്താവെ ഒരു എക്സാം ഒക്കെ എഴുതുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കൃപ അവിടെ നീളം ഉണ്ടാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരെയും ആരോഗ്യം ബലവും നൽകി അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. 12th സ്റ്റാൻഡേർഡ് എക്സാം എഴുതുന്ന ഓസ്റ്റിന് വേണ്ടി, നേത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയും ശാരീരികമായും മാനസികമായും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നു. എക്സാം എഴുതുമ്പോൾ അവര് പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവെ ഓർമ്മയിലെത്തുവാനും അത് ശരിയായ രീതിയിൽ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ഡിഗ്രി എക്സാം എഴുതുന്നവര്, എൻട്രൻസ് ഉള്ളവരുണ്ട് കർത്താവെ. അവർക്ക് നല്ലൊരു പൊസിഷനില്, അവർക്ക് നല്ലൊരു കോഴ്സ് അവർ ആഗ്രഹിക്കുന്ന പ്രകാരം ഒക്കെ ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് നീ അവിടുന്ന് കൂടെ ഇരിക്കണമേ, അവരെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ക്യാൻസർ സർവൈവേഴ്സിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇനി യാതൊരുവിധമായ സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും അവർക്ക് ഉണ്ടാകാതെ വണ്ണം കർത്താവെ അവിടുത്തെ രക്തവളപ്പിൽ അവരെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹപ്രായം എത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്ക് അവരാഗ്രഹിക്കുന്ന പ്രകാരം ഒരു വിവാഹം ലഭിപ്പാൻ തക്ക ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അഭിലാഷിന്റെ പ്രത്യേകാൽ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കുടുംബത്തെ കർത്താവിന്റെ കരങ്ങൾ വെക്കുന്നു. അവര് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം കർത്താവെ ഭംഗിയായിട്ടെല്ലാം നടക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ലൊരു കുടുംബ ജീവിതം അഭിലാഷിന് ഡയനയ്ക്കോട് നൽകുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാസമയം എല്ലാം നടന്ന് ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ. അതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് അങ്ങോട്ട് നിങ്ങൾ അറിയുന്ന കർത്താവെ. അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവെ, മാനസികമായ ബുദ്ധിമുട്ടുകളിലും അവിടുന്ന് കൂടെ ഇരുന്ന് കർത്താവെ വീണ്ടും ഒന്ന് ചിന്തിച്ച് കർത്താവെ അവര് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ഭാവി തലമുറയെ കർത്താവെ അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം, കുഞ്ഞുങ്ങളെ ലഭിപ്പാൻ തക്കവണ്ണം അവിടുത്തെ പ്രസാദം അവരോട് ഉണ്ടാകുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യങ് കപ്പിൾസിനെ ഒക്കെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ സഭയ്ക്ക് വേണ്ടി അവരല്ലാവത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അവരെ ഇടയാക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവിധ ജോലി മേഖലകളായിരിക്കുന്നവരുണ്ട്, സ്വന്തമായ ബിസിനസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അപകടകരമായ സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അതുപോലെ നിന്നിൽ ആശ്രയിപ്പാൻ തക്കണം അവരെയൊക്കെയും അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലെ വിവിധ കുടുംബങ്ങൾ, പിഞ്ചു പൈതങ്ങൾ കർത്താവെ ഉണ്ട്.
ജീവയുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിൻസിക്കും റോണിക്കും കൊടുത്ത കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആശിഷിനും മേരിക്കും കൊടുത്ത കുഞ്ഞിനായിട്ട് സ്തോത്രം കർത്താവെ. അവരെല്ലാവരെയും കർത്താവെ ആരോഗ്യത്തോടെ ബലത്തോടെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ അവരുടെ മേലൊക്കെ ഉണ്ടാകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ആശിഷ് പോളിന്റെ വൈഫ് നിവിയായ്ക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഖകരമായ ഒരു പ്രസവമൊക്കെ നൽകി കർത്താവെ ആരോഗ്യവും ബലമുള്ള ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിപ്പാൻ തക്കണം അങ്ങയുടെ പ്രസാദം ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുപോലെ തന്നെ പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേകരുണ്ടല്ലോ കർത്താവെ. അവർക്കൊക്കെയും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ദൈവമേ ആസ്റ്റർ മെഡിസിറ്റിയിലായിരിക്കും ജസ്റ്റിൻ തമ്പി അച്ഛന്റെ കൊച്ചമ്മ ഷേർലി കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേക അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊടുത്ത ആശ്വാസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിപൂർണമായ ആരോഗ്യത്തോടു കൂടി നിന്റെ ദാസി തിരിച്ചു വരുവാൻ തക്കണം അവിടുന്ന് ഇടയാക്കുമാറാകണം. അനേകര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുമാറാകണമേ. യേശുവേ സ്തോത്രം ചെയ്യുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങള് ക്യാൻസർ ബാധിതരായിട്ട് കർത്താവെ വളരെയേറെ കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവരെയൊക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ ഇവിടെ സ്വന്തമായ ഒരു ഭവനമില്ലാത്തവർ, സ്വന്തമായ വാഹനമില്ലാത്തവർ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന അനേകരുണ്ട് കർത്താവെ. അവർക്കൊക്കെ നൽകുവാൻ തക്കവണ്ണം അങ്ങയുടെ പ്രസാദം ഉണ്ടാകണം. അവരൊക്കെ നിന്നിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരുടെ ആവശ്യങ്ങൾ നിന്റെ സന്നിധിയിൽ ഭരമേൽപ്പിപ്പാൻ തക്കണം അവരെയൊക്കെ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഡയോസിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അത് നയിക്കുന്ന സാബുക്കോശി അച്ഛന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാബു തിരുമേനിക്ക് വേണ്ടി പ്രത്യേകാൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നല്ലൊരു നേതൃത്വമായി തീരുവാൻ തക്കണം അവിടെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ജനങ്ങളെ ഒരുമിപ്പിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവിടെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ CSI സഭയുടെ ഡയോസിന്റെ മധ്യ കേരള മഹായുടെ അനേകം മിഷൻ പ്രവർത്തനങ്ങളുണ്ട്, മിഷൻ ഫീൽഡുകൾ ഉണ്ടല്ലോ. മിഷൻ ഫീൽഡുകളെല്ലാം അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ വർക്കേഴ്സിനും എല്ലാ മിഷണറികൾക്കും വേണ്ടി പ്രത്യേക അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. ഭാരതത്തിലെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തീയ സഭകളെ, ക്രിസ്തീയ വേല ചെയ്യുന്നവരെ പീഡിപ്പിക്കുന്ന ഒരു ജനത ഈ ഒരു സംഘടന, പല സംഘടനകളും ഉണ്ടെന്നല്ലോ കർത്താവെ. ദൈവമേ അങ്ങനെ കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും മിഷണറികളെ ഒക്കെ നിങ്ങൾ ഓർക്കുന്ന കർത്താവെ. നിന്റെ നാമമഹത്വത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്ന കർത്താവെ. അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ, അവരൊക്കെയും കാലക്രമേണ നിന്നിൽ ആശ്രയിക്കുന്നവരെ തീരുമാനം തക്കണം അവരെയൊക്കെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ എല്ലാ പട്ടക്കാർക്കും വേണ്ടി, ശുശ്രൂഷകർക്ക്, സ്വമേധാ പ്രവർത്തനം, അങ്ങനെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി, സർക്കാരിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. നേരോടെ നയിപ്പാൻ തക്കവണ്ണം എല്ലാവരും, എല്ലാ ജനങ്ങളും ഒരേപോലെ ഉള്ളവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ദൈവമേ അതിന്റെ പ്രധാനമന്ത്രി അതുപോലെ എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിൽ നിങ്ങൾ ഓർക്കുന്നു, സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ ഈ ലോകത്ത് പല രാജ്യങ്ങളിലായിട്ട് യുദ്ധക്കെടുതികളും കർത്താവെ, അനേകായിരങ്ങൾ കർത്താവെ വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളുമായിട്ട് മുറിവേറ്റവര് കർത്താവെ, അനേകരും മരണപ്പെട്ടു കർത്താവെ. അങ്ങനെ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു അസമാധാനം ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ കർത്താവെ. അതൊക്കെയും കർത്താവെ മാറ്റി ഒരു പൂർണ്ണ സമാധാനം ലഭിപ്പാൻ തക്കണം അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു പച്ച. എല്ലാവരെയും കർത്താവ്, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ, വൃദ്ധരായിട്ടുള്ളവരെ, ഏകാന്തയിൽ താമസിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ഓർക്കുന്നു, സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് ഓരോരുത്തരെയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാത്രമല്ല വിവിധ കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്തവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ഓരോരുത്തരും വിവിധ സ്ഥലങ്ങളായിരിക്കുന്ന ഓരോരുത്തരും ജീവിത മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ എല്ലാവരും കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ എല്ലാം കർത്താവിന്റെ കൃപയിൽ എല്ലാവരും നിങ്ങൾ പരമേൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോട് കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ
നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ. നിൻ സന്നിധിയിൽ നന്മയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ. നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മാറുന്ന തൻ സന്നിധിയിൽ നമ്മെ സർവം മാറുന്ന തൻ സന്നിധിയിൽ നമ്മെ സർവം മാറുന്ന തൻ സന്നിധിയിൽ ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ദൈവനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ ഈ ദേശത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് കാത്തു പരിപാലിച്ചു. ഇപ്രകാരം നമുക്ക് ഈ ആഴ്ചയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ കൂടി വരുവാനായിട്ട് ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വചന പഠനത്തിലേക്കും ധ്യാനത്തിലേക്കും നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള പഠനങ്ങളും ചിന്തകളുമാണ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലോകപ്രശസ്തമായ 3 ഉപമകൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. കാണാതെ പോയതിനെ രക്ഷിക്കുന്നതിനെ കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച്, രക്ഷയെ കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ കണ്ടെത്തലിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മെ ആഴമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപമകളാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആമുഖമായി അതിൻ്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച്, ലൂക്കോസ് സുവിശേഷത്തിന്റെ പൊതുവായ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, അതിൻ്റെ സന്ദേശത്തെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകമായ സ്പെസിഫിക് ആയിട്ടുള്ള ഫോക്കസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന്
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ആദ്യത്തെ ഉപമയെക്കുറിച്ച്, പാരബിളിനെ കുറിച്ച് പഠിക്കുവാനായിട്ടാണ്, ചിന്തിക്കുവാനായിട്ട്, ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്ത് പറയുന്ന ആദ്യത്തെ ഉപമ, ദ ഫസ്റ്റ് പാരബിൾ ടോൾഡ് ഇൻ ലൂക്ക് ചാപ്റ്റർ 5 is about the parable of the lost sheep. കാണാതെ പോയ ആടിനെ കുറിച്ചുള്ള ഉപമയാണ് ഈ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ആദ്യമായിട്ട് പറയുന്നത്. ഈ സമാനമായിട്ടുള്ള ഭാഗം കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 12, 13 വാക്യങ്ങളിലും കർത്താവായ യേശു 12, 13, 14 വാക്യങ്ങളിൽ യേശു കർത്താവ് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നതിൽ നിന്നും വിഭിന്നമായ വേറൊരു പശ്ചാത്തലത്തിൽ, വേറൊരു കോണ്ടെക്സ്റ്റിൽ, വേറൊരു സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഇതര പാരമ്പര്യങ്ങളിലും ഇതര എഴുത്തുകളിലും, ഗോസ്പൽ ഓഫ് തോമസ്, നോസ്റ്റിക് ഗോസ്പൽ പോലെയുള്ള സുവിശേഷങ്ങളിലും, വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത സുവിശേഷങ്ങളിലും സമാനമായ ഈ കാണാതെ പോയ ആടിനെ കുറിച്ചുള്ള കഥ, ഉപമ പറയപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും കഥ ഒന്നാണ്, ഉപമ ഒന്നു തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടെ. എന്നാൽ അർത്ഥത്തിൽ, അതിൻ്റെ പ്രായോഗികതയിൽ, അതിൻ്റെ ലക്ഷ്യത്തിൽ, അതിൻ്റെ സന്ദേശത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കൂടാതെ, വലിയ ഭേദങ്ങളൊന്നും കൂടാതെ, വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ലഭ്യമായിരിക്കുന്ന 2 പാഠങ്ങൾ, ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ ഈ വായിക്കുന്ന ആദ്യത്തെ ഈ ഭാഗത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ, 3, 4, 5, 6, 7 വാക്യങ്ങൾ, 4 വാക്യങ്ങളിലായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാണാതെ പോയ ആടിന്റെ ഉപമ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിലും സമാനമായ ഈ സ്റ്റോറി, ഈ പാരബിൾ യേശു കർത്താവ് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഇതാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് വേറൊരു സാഹചര്യത്തിൽ, നമ്മളത് പറഞ്ഞു, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വരുന്നില്ല, അത് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: അവരോട് അവൻ ഒരു ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ നിന്ന് ഒന്ന് കാണാതെ പോയാൽ അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച്
ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും കൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നതിൽ പിതാവിന് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാണാതെ പോയ, വഴി തെറ്റി ഉഴന്നുപോയ, മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്, കാണാതെ പോയി എന്ന് പറയുന്നില്ല. പിന്നെ എന്താണ്? അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയി. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ കാണാതെ പോയത് എങ്ങനെയാണ് എന്ന് ലൂക്കോസ് പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നു അവർ തെറ്റി ഉഴന്നു പോയതാ. സോ ഈ ആട് കാണാതെ പോയത് അത് വഴി തെറ്റി തൻ്റെ താല്പര്യത്തില് അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവരുടെ കൂടെ നടക്കാതെ അത് വഴി തെറ്റി നടപ്പോയി, അങ്ങനെ കാണാതെ പോയി. അതുകൊണ്ട് അങ്ങനെ തെറ്റി ഉഴന്നു പോയതിനെ തിരക്കത്തില്ലയോ, അതിനെ പോയി തിരയുകയില്ലയോ? ആ ചോദ്യം ലൂക്കോസിന്റെ സുവിശേഷത്തിലും യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്. കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? അവിടെ പറയുന്നത്, ലൂക്കോസിന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് അതിനെ കണ്ടെത്തിയാൽ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് കണ്ടുകിട്ടിയാൽ, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട്. ഇത് വളരെ വിശാലമായിട്ട് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ ഇതിന്റെ കോണ്ടെക്സ്റ്റ് വളരെ വ്യത്യസ്തമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം എന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തോട് പറയുന്നതാണ്. ഇതൊരു സഭയുടെ അച്ചടക്കത്തെ കുറിച്ച്, സഭയുടെ സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ച്, ഫെയ്ത്ത് ഡിസിപ്ലിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഭാഗമാണ്. സഭയുടെ ചുമതലപ്പെട്ടവർ, നേതാക്കന്മാർ എങ്ങനെയുള്ളവരാകണം, ശിഷ്യന്മാർ എങ്ങനെയുള്ളവരാകണം, സഭയിലെ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുവാൻ ചുമതല ഏറ്റെടുത്തവർ എങ്ങനെയുള്ളവരായിരിക്കണം, അവർക്കുണ്ടായിരിക്കേണ്ടുന്ന സവിശേഷതകളെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ പരീശന്മാരും ശാസ്ത്രിമാരുമായി തനിക്കുണ്ടായ, താൻ പാപികളായ മനുഷ്യരോടുകൂടെ, ചുങ്കക്കാരായ മനുഷ്യരോടുകൂടെ ഭക്ഷിക്കുവാനും അവരോടുകൂടെ കൂട്ടുകൂടുവാനും അവരോടുകൂടെ സഞ്ചരിക്കുവാനും ജീവിക്കുവാനും അവരെ തൻ്റെ ജീവിതത്തിന്റെ, തൻ്റെ യാത്രയുടെ, തൻ്റെ ശിഷ്യന്മാരുടെ ഭാഗമായി കൂടെ കൂട്ടുവാനും ഒക്കെ തീരുമാനിച്ചതിനോടുള്ള പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിയോജിപ്പിനോടുള്ള ഒരു പ്രതികരണമായിട്ട്, അതിനോടുള്ള തൻ്റെ എതിർപ്പായിട്ട്, തൻ്റെ വിയോജിപ്പായിട്ട്, അതിനോടുള്ള തൻ്റെ പെർസ്പെക്റ്റീവായിട്ട് തൻ്റെ സമീപനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമാക്കുവാനായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇവിടെ ഈ കാണാതെ പോയ ആടിന്റെ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്നത്. അവിടെ പറയുന്ന 2 ഭാഗങ്ങളിലും പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട്. കാണാതെ പോയതിനെ തിരയും, പക്ഷെ അതിനെ കണ്ടെത്തിയാൽ. അല്ലെ? കാണാതെ പോയതിനെ കണ്ടെത്തിയാൽ, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട്. എല്ലാ അന്വേഷണങ്ങളും ചില സമയത്ത് കണ്ടെത്തലിൽ അവസാനിക്കണം എന്നില്ല. വി ആർ കോൾഡ് ടു സെർച്ച്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അന്വേഷിക്കുവാനാണ്. കാണാതെ പോയതിനെ, വിട്ടുപോയതിനെ, പിന്മാറിപ്പോയതിനെ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിട്ടകന്ന് ഇടറി മാറിപ്പോയവരെ ഒക്കെ അന്വേഷിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു വിളിയുടെ ഭാഗമാണ്, ആത്മീയമായ ചുമതലയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ചില കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളോട് മാത്രം അടുത്ത് നിൽക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ അല്പം പഠിക്കാൻ മണ്ടനായി പോയവർ, ജീവിതത്തിൽ അല്പസ്വല്പം വീഴ്ചകളൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ട്, ലോകപ്രകാരമൊക്കെ മാറിപ്പോയ മക്കളെ കുറിച്ച് അവരെ അഫോം ചെയ്യാൻ, അവരെ അന്വേഷിക്കാൻ, അവരെ കണ്ടെത്തുവാൻ മെനക്കെടാത്ത അങ്ങനെ തലമുറകളെ പോലും, കുഞ്ഞുങ്ങളെ പോലും, കുടുംബത്തെ പോലും കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്,
നമ്മളെ എല്ലാം ഇങ്ങനെ കാണാതെ പോകുന്നവരെ കണ്ടെത്തുവാനും അന്വേഷിക്കുവാനുമുള്ള ഒരു വലിയ ചുമതലയുണ്ട്. ഒരിക്കൽ എന്നെ ഒരു സഭയിലേക്ക് നിയോഗിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ ആ സഭയിൽ ചെല്ലുന്നതിന് മുമ്പ് ആ സഭയ്ക്കുള്ളിൽ ഒരു ചെറിയ റിഫ്റ്റ് ഉണ്ടായി. കുറെ അധികം പേര് പള്ളിയിൽ വരാതെ അവർ അവിടെയുള്ള അച്ഛനോടും കമ്മിറ്റിക്കാരോടും ഒക്കെ പിണങ്ങി അവർ ഭവനങ്ങളിലും മറ്റു പള്ളികളിലും ഒക്കെയായി. ഞാൻ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ വളരെ കുറച്ച്, അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ പള്ളിയിലേക്കാണ് എന്നെ വെച്ചത്. ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അതിൽ തന്നെ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി എന്നുള്ളതാണ് എനിക്ക് കേൾക്കാനായിട്ട് കഴിയും. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വി ആർ ടോൾഡ് ഓഫ് മെനി സ്റ്റോറീസ്. നമ്മൾ പല കഥകളൊക്കെ നമ്മളോട് പറയും. പക്ഷേ വി ഷുഡ് നോട്ട് ബി ക്യാരിഡ് അവേ ബൈ ദ സ്റ്റോറീസ്. നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള കഥകളും വിവരണങ്ങൾക്കും ഒന്നും നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുവാനായിട്ട് പാടില്ല. കാണാതെ പോയതിനെ തിരികെ. അങ്ങനെ ആ ഒരു കുറെ അധികം സമയം ഇവിടെയൊക്കെ വീടുകളിൽ പോയി സംസാരിച്ചും ഭക്ഷണം കഴിച്ചും കാപ്പി കുടിച്ചും അവരെ നമ്മളുടെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചും അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ പങ്കെടുത്തും ഒക്കെ നമ്മൾ സം ഓഫ് ദം ഹാവ് കം ബാക്ക്, സം ഓഫ് ദം വിൽ നോട്ട് കം ബാക്ക്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കണ്ടെത്തുമോ കണ്ടെത്താതിരിക്കുമോ, എല്ലാ അന്വേഷണങ്ങളും ഫലവത്താകണം എന്നില്ല. എല്ലാ അന്വേഷണങ്ങളും കണ്ടെത്തലിൽ അവസാനിക്കുന്നില്ല. ഓൾ ദ സെർച്ച് ആർ നോട്ട് റിസൾട്ടഡ് ഇൻ റിസൾട്ട്, അല്ലെ, ഇൻ ഫൗണ്ട്, കനോട്ട് ബി ഫൗണ്ട്. എല്ലാത്തിനെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അവിടെ ഒരു ദ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി ഇറ്റ് ഈസ് ദേർ, അല്ലെ, ദ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി. ഈ ഉമയിലും കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട്, അത് കണ്ടെത്തിയാൽ. ചിലതൊക്കെ കണ്ടെത്തപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ചിലതൊക്കെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല, ചിലതൊക്കെ ഇടയനോടൊപ്പം തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നില്ല, ചിലതൊക്കെ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണോ ഏത് ഫ്ലോക്കിൽ നിന്നാണോ വിട്ടുപോയത്, തെറ്റി ഉഴന്നു പോയത്, പിന്മാറിപ്പോയത്, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇഫ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ബാക്ക്, then we are not responsible for that, but we are called to search. നമ്മൾ അന്വേഷിക്കുവാനായി, കാണാതെ പോയതിനെ തിരയുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് there is a sense of responsibility from the part of the lost, അല്ലെ, കാണാതെ പോയതിന്റെ ഭാഗത്ത് നിന്നും ഒരു ചെറിയ തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട്. അതുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒരേപോലെ നമുക്ക് ഈ ഒരു എലമെന്റ് കാണുവാനായിട്ട് സാധിക്കും. an element of uncertainty regarding the lost, അല്ലെ, കാണാതെ പോയത് കണ്ടെത്തപ്പെട്ടേക്കുമോ. നമ്മളൊക്കെ ചിലരെയൊക്കെ തിരുത്താൻ ശ്രമിക്കും, ചിലരൊക്കെ അവരുടെ ജീവിതത്തിൽ മാറ്റാനായിട്ട് ശ്രമിക്കും. ബട്ട് some of them will not turn. ചിലര് മാറില്ല, ചിലര് മാനസാന്തരപ്പെടില്ല, ചിലര് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തില്ല. വാട്ട് വി വിൽ ഡു? അങ്ങോട്ടൊരു ചോദ്യമുണ്ട്. പലയിടങ്ങളിലുമൊക്കെ കേൾക്കാൻ, പല കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും, he is very adamant or she is very adamant. അവർക്ക് മാറാൻ കഴിയില്ല. There is no sense of repentance and remorse. ഇല്ല, ഞങ്ങളെ പിടിച്ചെടുത്ത് ഇങ്ങനെ നിൽക്കാണ്ട്. What can we do? നമുക്ക് അവരെ നേടാൻ കഴിയുന്നില്ല, അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ അത് അന്വേഷണങ്ങൾക്കൊടുവിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കൂ. അന്വേഷിക്കാതെ, കാണാതെ പോയതിനെ അന്വേഷിക്കാതെ അത് കണ്ടെത്തപ്പെടില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കാണാതെ പോയതിനെ അന്വേഷിക്കുവാനായിട്ടാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചിലതൊക്കെ കാണാതെ പോയിട്ടുണ്ട്. ചിലരെയൊക്കെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ. യു ഡോണ്ട് വാണ്ട് ടു സീ സം പീപ്പിൾ, യു ഡോണ്ട് വാണ്ട് ടു മീറ്റ് സം പീപ്പിൾ, അല്ലെ. ചിലരെ നമുക്ക് അവരുമായിട്ട് കൂടിച്ചേരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വി ഡെലിബറേറ്റ്ലി ലൂസ് ദം. അവർ പൊക്കോട്ടെ, അവരങ്ങ് പൊക്കോട്ടെ, അവര് വരണ്ട, അവര് നമുക്ക് വേണ്ട. ബട്ട് വി cannot decide, we cannot take that decision so early without engaging in the process of search. കാണാതെ പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ അന്വേഷിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒന്നിനെ കാണാതായി എന്ന് അറിയുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, 99 വിട്ടിട്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയും 99 മരുഭൂമിയിൽ വിട്ടിട്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയും 99 വിട്ടിട്ട്. എവിടെ വിട്ടു എന്ന് പറയുന്നില്ല. അത് ലൂക്കോസിലാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിന്റെ പുറകിന് പോവില്ലയോ, അല്ലെ. അതൊരു ചോദ്യം.
അതിനു മുമ്പ് ഒരു ഭാഗം കൂടി ഞാൻ പറയട്ടെ. ഈ പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു കർത്താവിൻ പാപികളോടൊപ്പം ഭക്ഷിക്കാൻ പോകുന്നു, കൂട്ടായ്മ ആചരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ പെർസ്പെക്റ്റീവിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി യേശു പറയുന്ന കഥയിലെ നായകൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടയനാണ്. ഈ പരീശന്മാരാരും ഇടയന്മാരാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഇടയന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ആകർഷണീയമായ ഒരു തൊഴിൽ ചെയ്യുന്നവരല്ല. ദേ ആർ കൺസിഡേർഡ് നോർമലി ആസ് എ ലോ ബ്രേക്കേഴ്സ്. അവര് ന്യായപ്രമാണം പാലിക്കാത്തവരാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, മറ്റുള്ള ഇടങ്ങളിലേക്ക് ഒക്കെ സഞ്ചരിച്ച് ഈ മതപരമായ ആചാരപരമായ വിശുദ്ധികളൊന്നും ആചരിക്കാൻ കഴിയാതെ കൈ കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന, ഈ കോശർ നിയമങ്ങളൊന്നും പാലിക്കാൻ കഴിയാതെ, വിശുദ്ധിയുടെ നിയമങ്ങളൊന്നും പാലിക്കാൻ കഴിയാതെ, അവരുടെ ഒരു തൊഴിൽ കൊണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഈ പരീശന്മാർ പറയുന്നത് പോലെയുള്ള മതപരമായ വിശുദ്ധി, സാമൂഹികമായ വിശുദ്ധിയും ഒന്നും പാലിക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നത്, ജീസസ് ഇസ് ഗിവിംഗ് ദം എ ഷോക്ക് വിത്ത് ദ സ്റ്റോറി ഓഫ് ദ ഷെപ്പേർഡ്. യേശു ഒരു ഇടയന്റെ കഥ പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഷോക്ക് നൽകുക, അല്ലേ? നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും യേശു കർത്താവ് സമാനമായ നല്ല ശമരിയാക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അതും പരീശന്മാർക്കെതിരെയാണ് പറയുന്നത്, ന്യായശാസ്ത്രിമാർക്കെതിരെയാണ് പറയുന്നത്. യേശുവിന്റെ ചോയ്സ് ഓഫ് ഹിസ് ഹീറോസ്, യേശുവിന്റെ കഥകളിലെ നായകന്മാരെ യേശു തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇൻ ഓർഡർ ടു ഗിവ് എ കൾച്ചറൽ ഷോക്ക് ടു ഹിസ് ഓപ്പണൻസ്. നമുക്ക് ചില സമയത്ത് ചില ഷോക്ക് ആവശ്യമാണ്. ചില മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വി നീഡ് ഷോക്സ്. ചില ഇലക്ട്രിക് ഷോക്ക് വേണം. ഷോക്ക് കിട്ടിയാലും നന്നാവാത്തവരും ഉണ്ട്, അല്ലേ? എന്നാലും സംടൈംസ് ഷോക്സ് ആർ നെസസറി ഫോർ അവർ ട്രാൻസ്ഫോർമേഷൻ. ചില കൾച്ചറൽ ഷോക്ക്, സ്പിരിച്വൽ ഷോക്ക്, പെർസ്പെക്റ്റീവൽ ഷോക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിക്കുന്ന ചില ആഘാതങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മൾ ആകമാനം ഒന്ന് പിടിച്ചു കുലുക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ആകമാനം നമ്മളൊന്ന് ഷേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. യേശു കർത്താവിന്റെ ഈ സ്റ്റോറിയുടെ ചോയ്സ് അതാണ്. ജീസസ് ഈസ് ഗിവിംഗ് എ കൈൻഡ് ഓഫ് കൾച്ചറൽ ഷോക്ക് ടു ഹിസ് ഓപ്പണൻസ്. അതുകൊണ്ട് തന്നെ ഈ കഥ ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് we need shocks in order to change ourselves. ചിലപ്പോ, അല്ലേ, ഒരു ചെറിയ തട്ട്, ഒരു ചെറിയ കൊട്ട് എന്നൊക്കെ പറയത്തില്ലേ, അത് കിട്ടുമ്പോൾ നമ്മൾ ശരിയാവും. പണ്ടൊക്കെ നമുക്ക് സ്ഥിരം തട്ട് കിട്ടുമായിരുന്നു, അല്ലേ? നമ്മുടെയൊക്കെ പേരൻസ് ഒക്കെ. ഇന്നിപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് തല്ല് കിട്ടുക. എനിക്കൊക്കെ ഇഷ്ടം പോലെ തല്ല് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. എന്നെ തല്ലിയ ഒരു സാറിനെ തല്ലാൻ എൻ്റെ അപ്പൻ പോയ കഥ എനിക്ക് പറയാനുണ്ട്. കാരണം ആ ജാതി തല്ലായിപ്പോ എന്നെ തല്ലിയത്. കാരണം അത് കണ്ടിട്ട് എൻ്റെ അപ്പന് സഹിച്ചില്ല. അപ്പൻ എന്നെ വിളിച്ചുകൊണ്ട് ആ പുള്ളിയുടെ വീട്ടിൽ പോയി. പുള്ളി നമ്മുടെ നാട്ടുകാരനും വേണ്ടപ്പെട്ട ആളുമാണ്. ഇന്നിപ്പോ നമ്മുടെ പിള്ളേരൊക്കെ തല്ലില്ലല്ലോ. അതൊരു ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗിവിങ് എ ഷോക്ക്, അല്ലേ? അവരെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ, യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കാനായിരുന്നു പണ്ട് ഇതൊക്കെ ഉള്ളത്. അല്ലാതെ നമ്മുടെ ചില അമ്മമാരും അപ്പന്മാരും ഉണ്ട്, അവരുടെ പകയും പിണക്കവും ദേഷ്യവും, ഭർത്താവിനോടുള്ള ദേഷ്യവും ഭാര്യയോടുള്ള ദേഷ്യവും ഒക്കെ അവർ നേരിട്ട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേരുടെ ഉണ്ടൊക്കെ തീർക്കും. ഇറ്റ്സ് നോട്ട്, അതല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വി നീഡ് എ കൈൻഡ് ഓഫ് ഒരു പവർ, എന്താണ്, സർജ് ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. And Jesus is giving a kind of power surge to the Pharisees. ഇനി ഞാൻ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. അവിടെ പറയുന്നത് 99 വിട്ടിട്ട് ഒന്നിന്റെ പുറകിൽ, അല്ലേ? ഒരിക്കലും ആരും ബുദ്ധിപരമായി ചെയ്യുന്ന ഒരു സ്റ്റോറി അല്ലത്. യേശുവിടെ പറയാൻ 99 വിട്ടിട്ട് പോയി, അല്ലേ? എല്ലാവരും ചിന്തിക്കും, ഒന്ന് പോയില്ലേ, അത് പൊക്കോട്ടെ. നമുക്ക് പലപ്പോഴും we have to take risk.
ഈ 99-നെ സംബന്ധിച്ച് വളരെ സെക്യൂർ ആയ, സേഫ് ആയ 99-ന്റെ കോസ്റ്റിൽ മാത്രമേ ഈ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ നമുക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കൂ. പലപ്പോഴും ഈ ഉള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ് നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. ഓ, ഇതുണ്ടല്ലോ, അത് പോയെങ്കിൽ പോട്ടെ, അല്ലേ? ഇതുണ്ടല്ലോ, നീ അതിന്റെ പുറകെ പോയാൽ ഇതുകൂടെ പോവോ, അല്ലേ? ഈ ഒന്നിന്റെ പുറകിന് പോയാൽ ബാക്കി 99-ലെ ബാക്കി 4 കൂടെ പോവോ? ഇനി അതിനെ കിട്ടിയില്ല, തിരിച്ചു വരുമ്പോ ഇതിലെ കുറച്ചുകൂടെ പോവോ? നമ്മളൊരു പേടിയാണ്. സെർച്ചിങ്, ചില ബന്ധങ്ങളൊക്കെ നമ്മള് ബലപ്പെടണമെങ്കിൽ we have to take risk. റിസ്ക് എടുത്തേ പറ്റൂ. ചില നഷ്ടപ്പെട്ടു പോയതിനൊക്കെ കണ്ടെത്തണമെങ്കിൽ, ജീവിതത്തിൽ തിരികെ പിടിക്കണമെങ്കിൽ ഉള്ളതിനെ വെച്ച് നമ്മൾ റിസ്ക് എടുക്കണം. നമുക്കൊരിക്കലും ഈ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ ബാക്കി 99-നെയും ഉപേക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ 91-നെ അന്വേഷിക്കാൻ ആ ഇടയന് കഴിയില്ല. യു കനോട്ട് സബ്സിഡൈസ് ദ ക്യാരക്ടർ ഓഫ് ദിസ് ഷെപ്പേർഡ്. ഞാൻ ചിന്തിക്കുന്നത് ഈ 99-ന്റെ സുരക്ഷയെ കുറിച്ച് ഈ ഇടയന് നല്ല ഉറപ്പുണ്ടാകണം. കാരണം അതുകൊണ്ടാണല്ലോ, തൻ്റെ ആടുകളെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിന്റെ പുറകെ പോകാൻ ഈ ഇടയൻ സന്നദ്ധനാകുന്നത്. എല്ലാവരെയും തുല്യമായി കാണാനും സ്നേഹിക്കാനും കഴിയുന്നത് കൊണ്ടാണല്ലോ ഈ ഇടയൻ സ്വാഭാവികമായിട്ടും ഈ കാണാതെ പോയ ഒന്നിന്റെ പുറകെ പോകാൻ സന്നദ്ധമാകുന്നത്. He loves, he cares all the sheep. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രോബ്ലം അതാണ്. The feeling of insecurity stops us from searching the lost. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാൻ നമ്മളെ ഭയപ്പെടുത്തുന്നത്, നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നമുക്കുള്ളതും കൂടെ പോവോ എന്ന് പേടിച്ചിട്ടാണ്. നമുക്കുള്ളതിലുള്ള വിശ്വാസം, ഞാൻ നഷ്ടപ്പെട്ടതുമായി തിരിച്ചു വരുമ്പോൾ എനിക്കുള്ളത് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന ഉറപ്പ്, അല്ലേ? അതിന്റെ വേറൊരു ഐറോണിക് സ്റ്റോറി നമ്മൾ 3-ാമത്തെ പാരബിൾ ഉണ്ട്. നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നപ്പോ ഉള്ളത് തനിക്കൊണം കാണിക്കുന്നുണ്ട്. എനിക്ക് മിക്കവാറും സഭയിൽ മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. ഈ ആടും നാണയം ഒക്കെ ആയതുകൊണ്ട് ആ കുഴപ്പമില്ല. പക്ഷെ ആളുകളുടെ കാര്യം യേശു കർത്താവ് പറയുമ്പോ ഈ നഷ്ടപ്പെട്ടു പോയത്, കാണാതെ പോയതിനെ കണ്ടുപിടിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ നമുക്കറിയാം ഉള്ളത് കുഴപ്പമുണ്ടാക്കി. ചില സഭകളിലും അങ്ങനെ ചില കുഴപ്പമുണ്ട്. ചിലർ പറയാ, അച്ഛാ അത് അവിടെ അങ്ങ് നിന്നോട്ടെ, വരണ്ട, വന്നാ പിന്നെ ഇവിടെ കുഴപ്പമാ, അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. That is a wrong way of thinking about the life of the church. നമുക്ക് കാണാതെ പോയതിനെ, നഷ്ടമായി പോയതിനെ അന്വേഷിക്കാനും അതിനെ തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ കാണാതെ പോയതിനെ എന്ത് ചെയ്തു? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, അവനെ സന്തോഷത്തോടെ തന്റെ ചുമലിൽ കാണാതെ പോയതിനെ സന്തോഷത്തോടെ തന്റെ ചുമലിൽ എടുത്തുകൊണ്ട്, അവിടെ അങ്ങനെ വായിക്കുന്നു. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയതിനെ കണ്ടുകിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അപ്പോൾ കാണാതെ പോയതിനെ കണ്ടുകിട്ടിയാൽ there is a process of celebration. 3-ാമത്തെ ഭാഗം അതാ. എന്താണ്? കണ്ടു കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ആ കണ്ടു കിട്ടിയതിനെ ആ സമൂഹത്തിൽ കൊണ്ടുവന്ന്
സമൂഹത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരൊപ്പം ചേർത്ത് നിർത്തി ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഒരു സന്തോഷം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സന്തോഷം ഒരു ഭാഗത്ത് മാത്രം നിൽക്കും. ഏത് ഭാഗത്ത്? കാണാതെ പോയതിനെ കണ്ടു കിട്ടുമ്പോൾ ഇടയന്മാർക്കുള്ള സന്തോഷം. ആരാണോ അന്വേഷിച്ചു പോയത്, ആരാണോ കണ്ടെത്തിയത്, അവരിൽ മാത്രം ഒതുങ്ങുന്ന സന്തോഷം. നമുക്കത് കുഴപ്പമില്ല, അല്ലേ? ബട്ട് we have a problem with the community celebration. നമുക്ക് ഈ ഒരുമിച്ച് സന്തോഷിക്കാൻ പാടില്ല. എനിക്ക് ആ ഫീലിംഗ്, എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലര് കണ്ടു കിട്ടുന്ന ചിലര് പറയും, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അച്ഛനെ ഇപ്പോഴും. ചിലരൊക്കെ എന്നോട് സ്നേഹമാണ്, എന്നോട് അടുപ്പമാണ്, പക്ഷേ they are not yet come back to the community. അവർ ഈ സമൂഹത്തിലേക്ക്, അവർ എവിടെ നിന്നാണോ നഷ്ടപ്പെട്ടു പോയത് ആ സമൂഹത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അവിടെ ഒരു കമ്മ്യൂണിറ്റി സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. joy celebration is a continuous process. നമ്മളെ സംബന്ധിച്ച് ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയ. എന്തുകൊണ്ടായിരിക്കും ഈ കാണാതെ പോയതിന് ഒരുപക്ഷെ ഈ ഇടയൻ ചുമലിലെടുത്തുകൊണ്ട് വന്നത്? ചില ജീവികളൊക്കെ പറയുന്ന ഒരു പക്ഷെ അത് wounded ആകാം, ഭക്ഷണം കിട്ടാതെ അത് ക്ഷീണിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം അതിനെ ചുമലിലെടുത്തുകൊണ്ട് കർത്താവായ യേശു അല്ലെങ്കിൽ ഇടയൻ കൊണ്ടുവരും. ജോയ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ കാണാതെ പോയതിനെ കണ്ടു കിട്ടുമ്പോൾ ഒരു കുഴപ്പം നമുക്കുണ്ട്. എന്താണെന്നറിയോ? എന്താ കുഴപ്പം? ആദ്യം പണിഷ്മെന്റാ, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി, മോളിലൊക്കെ പോയി ഒരു 10 മിനിറ്റത്തേക്ക് നമ്മുടെ കൂടെയുള്ള കൊച്ചിനെ കാണത്തില്ലെങ്കിൽ നമ്മൾ ഓടി നടക്കും, കരഞ്ഞ് നിലവിളിച്ച് ഓടി നടക്കും. അതിനെ എവിടെയെങ്കിലും കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒറ്റടി കൊടുക്കും. എന്നിട്ട് പിന്നെ കുറെ അങ്ങ് പറയും. എന്നാൽ നമ്മൾ ഇതിനെ അന്വേഷിക്കുന്നത് എന്തിനാ? സ്നേഹത്തിലാ, സങ്കടമാ, കരഞ്ഞ. പക്ഷെ കണ്ടു കിട്ടിയ ആദ്യം അടി, പിന്നെ കുറെ വഴക്ക്. പക്ഷെ ഈ സ്റ്റോറിയിൽ അങ്ങനെയൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ കണ്ടു കിട്ടിയപ്പോൾ നമുക്ക് കാണുന്നത് there is a sense of celebration. അവിടെ there is no punishment, there is no judgment, there is no contempt. നമ്മുടെ മനുഷ്യന്റെ രക്ഷയെക്കുറിച്ച്, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചിത്രം ഇവിടെ പറയുകയാണ്. തെറ്റിപ്പോയതിനെ കുറിച്ച് നീ അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെയൊന്നുമില്ല. there is no session of condemning, there is no session of passing judgment of the on the lost, there is no punishment. നീ കാണാതെ പോയില്ലേ, നീ മുട്ട നിക്ക്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. പലപ്പോഴും അത് ഈ നഷ്ടപ്പെട്ടു പോയവർ ജീവിതത്തില് മടങ്ങി വരവുകൾക്ക് ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? അവര് മടങ്ങി വന്നാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്, അല്ലേ? പുച്ഛത്തോടെ നോക്കും, നമ്മൾ അവജ്ഞയോടുകൂടെ നോക്കും, അല്ലേ? അത് പേടിച്ച് വരാൻ ഭയപ്പെടുന്നവരുണ്ട്. പാസിംഗ് ജഡ്ജ്മെന്റ്. അവിടെ പറയുന്നത് ജോയ്, സെഷൻസ് ഓഫ് ജോയ്, കണ്ടിന്യൂസ് ജോയ്. അതാണ് റെസ്പോൺസ്. അവിടെ ആരും കുറ്റപ്പെടുത്തുന്നില്ല, ആരും കാണാതെ പോയി നീ അനുസരണക്കേട് കാണിച്ചു പോയി എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കുന്നില്ല. ഓൺലി കണ്ടിന്യൂസ് സെഷൻസ് ഓഫ് സെലിബ്രേഷൻസ്. നോക്കണം, അതിനൊരു പക്ഷേ ഇടയൻ നൽകുന്ന നേതൃത്വം വളരെ വളരെ നിർണായകമാണ്. യേശു, ദൈവം സന്തോഷിക്കുന്നത് എന്തിലാണ്? അതുകൊണ്ടാണ് പറഞ്ഞത്, നീതിമാന്മാരെ യേശു പകയ്ക്കുന്നൊന്നുമില്ല, പക്ഷെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു.
ദൈവം പലപ്പോഴും അങ്ങനെയാണ്. ശിക്ഷിക്കുന്ന ദൈവം, പണിഷ് ചെയ്യുന്ന ദൈവം, ന്യായം വിധിക്കുന്ന ദൈവം. പക്ഷേ പഴയ നിയമത്തിൽ ആകമാനം പറയുന്നത് ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, അല്ലേ? എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തെ ഇടയനുമായി താതാത്മ്യപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്ന ഒരു ദൈവം. എ ഷെപ്പേർഡ് വിത്ത് എ ഹാർട്ട് ഫോർ ദ ലോസ്റ്റ്, എ ഷെപ്പേർഡ് ഹു ഫീൽസ് ഫോർ ദ ലോസ്റ്റ്, എ ഷെപ്പേർഡ് ഹു സീക്സ് ദ ലോസ്റ്റ്, എ ഷെപ്പേർഡ് ഹു forgives, അല്ലേ? കാണാതെ പോയതിനെ അന്വേഷിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ക്ഷമിക്കണം, എങ്കിലേ അന്വേഷിക്കാൻ പറ്റൂ. ദ ഫോർഗിവ്നെസ് ഹാപ്പൻസ് ഈവൻ ബിഫോർ ദ പ്രോസസ് ഓഫ് സീക്കിംഗ്. അവർ സിൻസ് ആർ ഓൾറെഡി ബീൻ ഫോർഗിവൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ ഉറപ്പിലാണ് നമ്മൾ നഷ്ടമായി പോയവരെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ ദർശനങ്ങളിൽ വലിയ മാറ്റമുണ്ടാകണം. നഷ്ടമായി പോയതിനെ, വിട്ടകന്നു പോയതിനെ, അന്യമായി പോയതിനെ സ്നേഹത്തിൽ അന്വേഷിക്കുവാനുള്ള സന്നദ്ധത, ഒരുക്കം, താല്പര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ്. പരീശന്മാരെ പോലെ നമ്മൾ ആകരുത്. മാനസാന്തരപ്പെടുമ്പോൾ, ചില ജീവിതങ്ങളിലൊക്കെ മാറ്റമുണ്ടാകുമ്പോൾ, we have to be ready, we have to prepare ourselves to receive the lost. അത് അവരുടെ മടങ്ങി വരവുകളിൽ സന്തോഷിക്കുവാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആദ്യം പറയുന്ന ഉപമ നമ്മളോട് പറയുന്നത് സന്തോഷിക്കണം. പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ സന്തോഷിക്കണം. കാണാതെ പോയതിനെ നമ്മൾ അന്വേഷിക്കണം. അതിൻ്റെ സന്തോഷത്തിൽ അവരെ കുറ്റപ്പെടുത്താതെ, അവരെ ന്യായം വിധിക്കാതെ, അവരെ ജഡ്ജ് ചെയ്യാതെ സ്നേഹത്തോടു കൂടെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഈ നല്ല ശമരിയ കാണാതെ പോയ ആടിൻ്റെ ഉപമയിലെ ഇടയരെ പോലെ നമ്മളുമായി തീരണം. നമ്മളെപ്പോഴും ആടിൻ്റെ സ്ഥാനത്താണ് നമ്മളെ വെക്കുന്നത്. എന്നാൽ യേശു പറയുന്നത് ആടിൻ്റെ സ്ഥാനത്ത് വെക്കാനല്ല. നമ്മളെ തന്നെ അടയാളപ്പെടുത്തേണ്ടത്, ചേർത്ത് നിർത്തേണ്ടത് ഈ നല്ല ഇടയന്റെ സ്ഥാനത്താണ്. നല്ല ഇടയരായി കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു രാത്രികാലവും ഇന്നൊരു പകൽക്കാലവും കർത്താവെ ഞങ്ങളെ അതിശയകരമായിട്ട് നടത്തുന്നതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ആരാധനയോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രത്തോടുകൂടി കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടി ആയിരിക്കാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഓർപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നവരെ കർത്താവെ, ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെ കർത്താവെ, ഞങ്ങൾ കാണാതെ പോകുന്നവരെയൊക്കെ കണ്ടെടുക്കുവാൻ, വീണ്ടെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് കർത്താവെ. ദൈവമേ, നഷ്ടപ്പെട്ടതൊന്നും കർത്താവെ വിലയില്ലാത്തതാണ് എന്ന് എണ്ണുവാനായിട്ടല്ല കർത്താവെ. നഷ്ടപ്പെട്ടതൊക്കെ വിലയുള്ളതായിരുന്നു എന്ന് എണ്ണി കർത്താവെ കണ്ടെടുക്കുവാൻ തക്കോണം വീണ്ടെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാളുകളിലൊക്കെ ശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ, വിശുദ്ധിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നാളെ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന എല്ലാ പൈതങ്ങളെയും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തങ്ങളുടെ നല്ല ലീഡറിനെ നോക്കിക്കൊണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പഠിക്കുവാൻ
വളരാനും വളരുവാനും അവരുടെ ജീവിതം അത്തരത്തിലൊക്കെ ആയിത്തീരുവാൻ നീ സഹായിക്കണമേ. കർത്താവെ, അവരുടെ കഷ്ടപ്പാടിനൊക്കെ പ്രതിഫലം ലഭിപ്പാണ്ട് കൊണ്ട് നീ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഓർമ്മയെ അവിടുന്ന് പുതുക്കണമേ, ദൈവിക ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലഭിക്കുമ്പോൾ പതറിപ്പോകാതെ കർത്താവെ, ഓർമ്മയോടുകൂടി നല്ല ചിന്തയോടുകൂടി ഒക്കെ എക്സാം നല്ല രീതിയിൽ എഴുതുവാണ്ടൊക്കെ വേണം പ്രിയപിതാവ് നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ ഇവിടുന്ന് സഹായിക്കണമേ. എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുക. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ അറിവിൽപ്പെട്ടവരും പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ കർത്താവെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. 12ലെയും 10ലെയും കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിക്കുക. ദൈവകർത്താവെ, ദൈവമായ കർത്താവ് അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിലൊക്കെ സഭയിൽ നടക്കുന്ന എല്ലാ കർത്താവെ ക്രമീകരണങ്ങളെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അനുഗ്രഹകരമായി നടക്കുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ കൃപയെ അവിടുന്ന് പകരണമേ. രോഗമുള്ള ഭാഗത്തൊക്കെ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും അനുഭവിച്ചറിയുവാൻ, വിടുതൽ അനുഭവിച്ചറിയുവാൻ പ്രിയപിതാവിന്റെ കരം അവിടുന്ന് സ്പർശിച്ച് കർത്താവെ അവരൊക്കെ ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ കർത്താവെ നിലനിൽപ്പാൻ പ്രിയപിതാവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ മക്കൾക്കൊക്കെ കോട്ടയും കാവലുമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ യാചനകൾ, ഞങ്ങളുടെ നിലവിളികളൊക്കെ കർത്താവെ തിരുസന്നിധിയിൽ മാനിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, ദോഷങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും ഓർത്തു പ്രാർത്ഥിച്ച വിഷയങ്ങളോട്, വിട്ടുപോയ വിഷയങ്ങളോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിരന്തരം വസിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ട് പാടിയ രശ്മിയോട്, സങ്കീർത്തനം വായിച്ച അന്നമ്മക്കോശി ആൻറ്റിയോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച മോളി ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Ajay. Thank you, uncle. Thank you. Thank you, everyone. Thank you, Acha. Thank you. താങ്ക് യു അച്ഛാ. Thank you.